നമസ്കാരം. നിലമ്പൂരാണ് ചർച്ച. നിലമ്പൂരാണ് മാധ്യമങ്ങളിൽ നിറഞ്ഞ് ആടിക്കൊണ്ടിരിക്കുന്നത്. നിലമ്പൂരിലെ പ്രധാന ആട്ടക്കാരൻ പി.വി. അൻവറുമാണ്. നിലമ്പൂരിലെ കോൺഗ്രസിനെ ആടിപ്പിക്കാമെന്നാണ് അൻവറിന്റെ വിചാരവും സ്വപ്നവും പ്രതീക്ഷയും ഒക്കെ. പക്ഷെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വം ശക്തമായി തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്, അൻവറിന്റെ ആട്ടം കൊണ്ട് കോൺഗ്രസിന്റെ അടുത്തേക്കും UDF-ന്റെ അടുത്തേക്കും വരേണ്ടതില്ല. ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി അൻവറിന്റെ ഭീഷണിക്ക് മുൻപിൽ താഴേണ്ട, തോൽക്കേണ്ടിയ ആവശ്യം കോൺഗ്രസിനും മുന്നണിക്കും ഇല്ല എന്ന് തീർത്ത് പറഞ്ഞിരിക്കുകയാണ്. ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോൾ അൻവർ ആകെപ്പാടെ വിറളിപ്പൂണ്ട് നടക്കുകയാണ്. അൻവർ UDF-ന്റെ മുൻപിലേക്ക് 2 ദിവസം വെച്ചിരിക്കുകയാണ്. അൻവറിന്റെ ഭീഷണിക്ക് മുമ്പിൽ തോറ്റുകൊടുത്തില്ല എങ്കിൽ അൻവർ തന്നെ സ്ഥാനാർത്ഥിയാകും എന്ന പ്രഖ്യാപനമൊക്കെ വന്നിരിക്കുന്നു. ഒരുപക്ഷെ നിലമ്പൂര് ആര്യാടന് പകരം VS ജോയി ആയിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ ഇതാകുമായിരുന്നില്ല നടക്കാൻ പോകുന്ന സംഭവങ്ങളും പ്രതികരണങ്ങളും. നിലമ്പൂര് വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായേനെ. ആര്യാടന് വേണ്ടി പൊതുജന മധ്യത്തിൽ ഇറങ്ങി പ്രതിഷേധങ്ങൾ വരെ ഉണ്ടാകുമായിരുന്നേനെ. ആര്യാടനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ ജോയി വളരെ പക്വതയോടുകൂടി പാർട്ടിക്കൊപ്പം ഉറച്ചു നിന്ന്, മുന്നണിക്കൊപ്പം ഉറച്ചു നിന്ന് ആ സ്ഥാനാർത്ഥിയെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് വരവേൽക്കുകയായിരുന്നു VS ജോയി ചെയ്തത്. ഒരുപക്ഷെ VS ജോയി ആയിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊരു സ്വീകരണം ഉണ്ടാകുമായിരുന്നില്ല എന്ന് പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും അടക്കം പറച്ചിലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മലപ്പുറം പോലുള്ളൊരു ജില്ലയിൽ, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ആധിപത്യമുള്ള ഒരു ജില്ലയിൽ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരാളെ DCCയുടെ പ്രസിഡന്റ് ആക്കിയത് കോൺഗ്രസ് പാർട്ടി എടുത്ത വിപ്ലവകരമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു. അതുപോലെ തന്നെയാണ് മറ്റ് പല ജില്ലകളിലും, 14 ജില്ലകളിലും കോൺഗ്രസ് തങ്ങളുടെ DCC പ്രസിഡന്റുമാരെ തിരഞ്ഞെടുത്തത്. അവിടെയെല്ലാം അവിടുത്തെ കമ്മ്യൂണിറ്റി അല്ലാണ്ട് മറ്റൊരു കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളുകളെയാണ് അവിടെയെല്ലാം DCCയുടെ പ്രസിഡന്റുമാരായി തിരഞ്ഞെടുത്തത്. വളരെ ചുരുക്കം DCCകളിൽ മാത്രമേ ഉള്ളൂ അതാത് രീതിയിലുള്ള പ്രസിഡന്റുമാർ വന്നിട്ടുള്ളത്. പക്ഷെങ്കിൽ അത്രയധികം ഒക്കെ സമവായങ്ങൾ, സാമൂഹ്യ സമവായങ്ങൾ, സാമുദായിക സമവായങ്ങൾ ഒക്കെയും നോക്കിയാണ് കോൺഗ്രസ് തങ്ങളുടെ DCC പ്രസിഡന്റുമാരെ തീരുമാനിച്ച് പാർട്ടി മുന്നോട്ട് പോയത്. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ടും VS ജോയിയുടെ പ്രവർത്തനത്തിൽ യാതൊരു ഭംഗവും വന്നിട്ടില്ല. ദിനം പ്രതിയാണ് VS ജോയി DCC പ്രസിഡന്റ് ആയതിന്റെ തൊട്ട് പിറ്റേ ദിവസം മുതൽ കഴിഞ്ഞ ദിവസം, അതായത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന്റെ തൊട്ട് മുമ്പത്തെ ദിവസം വരെയും മലപ്പുറം ജില്ലയിൽ അതിഭീകരമായ ഒഴുക്കാണ് കോൺഗ്രസിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് മലപ്പുറം ജില്ലയിൽ കോൺഗ്രസിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിരന്തരം അംഗത്വം എടുത്ത് കോൺഗ്രസ് പാർട്ടിയോട് ചേർന്ന്, കോൺഗ്രസിന്റെ മുന്നണിയോട് ചേർന്ന് പ്രവർത്തിക്കാൻ സജ്ജരായി മുൻപിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അത്തരത്തിൽ വളരെ വലിയൊരു രീതിയിൽ സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് VS ജോയി മലപ്പുറം ജില്ലയെ കേരളത്തിലെ ഏറ്റവും മികച്ച DCC ആയി, ജില്ലാ കമ്മിറ്റിയായി, ഏറ്റവും മികച്ച കോൺഗ്രസ് ആയി മലപ്പുറം ജില്ലയിലെ പാർട്ടിയെ VS ജോയി ഉയർത്തിക്കൊണ്ട് വരുന്ന ഒരു സാഹചര്യത്തിലാണ് അൻവർ ഇടതുപക്ഷത്തോട് ഇടഞ്ഞ്, ഇടതുപക്ഷത്തിൽ നിന്ന് രാജിവെച്ച്, ഇടതുപക്ഷത്തിന്റെ MLA സ്ഥാനവും രാജിവെച്ചുകൊണ്ട് അൻവർ കടന്നു വന്നത്. അങ്ങനെ വന്ന അൻവറിനെ കോൺഗ്രസും മുന്നണിയും 2 കൈയും നീട്ടി സ്വീകരിച്ചു. ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായി എങ്കിൽ പോലും അൻവറിനെ സ്വീകരിച്ചു. അങ്ങനെ ഒരു ബൈ ഇലക്ഷൻ മലപ്പുറത്തിന്റെ മണ്ണിൽ വീണ്ടും വന്നു. ആ ബൈ ഇലക്ഷൻ വന്നത് VS ജോയിയുടെയും ആര്യാടൻ ഷൗക്കത്തിന്റെയും സ്വന്തം മണ്ഡലമായ നിലമ്പൂര് തന്നെയാണ്. സ്വാഭാവികമായിട്ടും എല്ലാവരും പ്രതീക്ഷിച്ച അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകും എന്നാണ്. പക്ഷെങ്കിൽ ആര്യാടൻ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടായില്ല എന്നത് ഒരു നഗ്നമായ സത്യമാണ്. ആര്യാടനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് ശേഷവും നിരന്തരം PV അൻവർ മലയോര മേഖലയിൽ നിന്നും ഒരു ക്രൈസ്തവനായിട്ടുള്ള ഒരാൾ വേണം അവിടെ നിലമ്പൂര് മത്സരിക്കണം എന്ന ആവശ്യം നിരന്തരം കോൺഗ്രസിന് മുന്നിലും മുന്നണിക്ക് മുന്നിലും UDF-ന് മുന്നിലും ഒക്കെ നിരന്തരം ആ ആവശ്യം ഉന്നയിച്ചു കൊണ്ടിരുന്നു. അത് VS ജോയി തന്നെയാവണം അവിടുത്തെ സ്ഥാനാർത്ഥി എന്ന് അൻവർ നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരുന്നു, ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. പക്ഷെങ്കിൽ അൻവറിന്റെ ഭീഷണിക്കും അൻവറിന്റെ ആവശ്യങ്ങൾക്കും മുന്നിൽ തോറ്റുപോയി കഴിഞ്ഞാൽ നാളെ 140 മണ്ഡലങ്ങളിലും അൻവർമാർ വരും. അവിടെയെല്ലാം ആ അൻവർമാർ പറയുന്ന സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കേണ്ട ഒരു ഗതികേടിലേക്ക് കോൺഗ്രസ് മാറിയാൽ എന്താവും കോൺഗ്രസിന്റെയും UDF-ന്റെയും ഒരു അവസ്ഥ? ഇത് മുൻകൂട്ടി തിരിച്ചറിഞ്ഞ കോൺഗ്രസും UDF-ഉം ചെയ്തത് അൻവറിന്റെ ഭീഷണിക്ക് മുൻപിൽ തോറ്റു കൊടുക്കാതെ VS ജോയി ഒട്ടും മോശമല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് VS ജോയിയെ 100% ഉൾക്കൊണ്ടുകൊണ്ടും VS ജോയിയോട് അഭിപ്രായം തേടിക്കൊണ്ടും അവിടെ പാർട്ടിയുടെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് KPCC-യും AICC-യും UDF-ഉം ഒക്കെ അവിടെ ആര്യാടനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു.
ഇത് ദഹിക്കാതെ വന്ന അൻവർ നിരന്തരമായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങളെ വിളിക്കുന്നു, പരസ്യമായും പരസ്യമല്ലാതെയും പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നിലമ്പൂര് ഒരു പ്രക്ഷുബ്ധമായി അൻവർ നിൽക്കുന്നു. പക്ഷെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആര്യാടന്റെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ടിരിക്കുകയാണ് വി എസ് ജോയി എന്ന DCC പ്രസിഡന്റ്, വി എസ് ജോയി എന്ന KS-ന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ്, വി എസ് ജോയി എന്ന മുൻ KPCC ജനറൽ സെക്രട്ടറി. ഒരു ഇരുത്തം വന്ന നേതാവിന്റെ എല്ലാ പക്വതയും പാകതയുമാണ് വി എസ് ജോയി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ലാതെ അദ്ദേഹം തുറന്നു പറയുകയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഒരു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അര വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ പോലും എന്റെ പാർട്ടിയെയും പാർട്ടിയുടെ പ്രവർത്തകരെയും വേദനിപ്പിക്കുന്ന യാതൊന്നും എന്റെ പക്കൽ നിന്നും വരത്തില്ല, സത്യം. അത്ര ധൈര്യത്തോടുകൂടി അത്രയ്ക്കും ആത്മാർത്ഥതയോടുകൂടി തന്നെ വി എസ് ജോയിയെ ആ ഒരു സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചിട്ടുണ്ട്. വി എസ് ജോയി പറയുന്നു, ആര്യാടനൊപ്പമല്ല, ആര്യാടന്റെ മുന്നിൽ നിന്നാണ് വി എസ് ജോയി നയിക്കുന്നതെന്ന്. കേരളത്തിലെ എത്ര കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ഇങ്ങനെ പറയാൻ കഴിയും എന്ന ഒരു ചോദ്യം അവിടെ നിൽക്കുന്നു. ഇനി മറ്റു ചില കാര്യങ്ങളിലേക്ക് കടന്നു വരാം. കേരളത്തിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പോടുകൂടി നടന്ന ചില മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾക്ക് ഒരു തുടർച്ച ഉണ്ടാകണം. മറ്റൊന്നുമല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്നും പാലക്കാടിന്റെ MLA ആയി, പാലക്കാടിന്റെ ജനപ്രിയനായി, പുതിയ തലമുറയുടെ ഒരു ഐക്കണായി മാറിയ ഷാഫി പറമ്പിൽ MLA, പാലക്കാട് നിന്നും ഷാഫി പറമ്പിലിനെ പാർട്ടി വടകരയിലേക്ക് വിട്ടു. പാലക്കാട് നിന്നും വടകരയിലേക്ക് ഷാഫിയെ പറിച്ചു നടുമ്പോൾ ഏറെ ഹൃദയവേദനയോടുകൂടി പാലക്കാട്ടുകാർ അദ്ദേഹത്തിന് യാത്രാമൊഴി നൽകി. അതേസമയം വടകരയിലേക്ക് സ്വീകരിച്ചത് ആഘോഷപൂർവമായിരുന്നു. ഇരു കൈകളും നീട്ടി ആഘോഷപൂർവ്വം ഷാഫി പറമ്പലിനെ വടകരക്കാർ സ്വീകരിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ വമ്പൻ ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ചു. അതും പരാജയപ്പെടുത്തിയത് KK ശൈലജയായിരുന്നു. അങ്ങനെ പാലക്കാട് നിന്നും ഷാഫി പറമ്പലിനെ നേരെ വടകരയിലേക്ക് പറിച്ചു നട്ടു. ഷാഫിയെ വടകരയിലേക്ക് പറിച്ചു നട്ടപ്പോൾ പത്തനംതിട്ടയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ നേരെ പാലക്കാട്ടേക്ക് പറിച്ചു നട്ടു. പത്തനംതിട്ടയിൽ ഉള്ള രാഹുൽ മാങ്കൂട്ടം, കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാടിലേക്ക് പറിച്ചു നട്ടു. അപ്പോൾ അങ്ങനെ ഒരു ഷിഫ്റ്റിംഗ് അവിടെ നടന്നു. കോൺഗ്രസിനും UDF-നും കേരളത്തിൽ തിരിച്ച് ഭരണത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ മധ്യ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടണം. മധ്യ കേരളത്തിൽ സീറ്റുകൾ നേടി വിജയിച്ചാൽ മാത്രമേ കോൺഗ്രസിന് ഇനി ഭരണം നേടാൻ സാധിക്കത്തുള്ളൂ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും മധ്യ കേരളമായിരുന്നു കോൺഗ്രസിനെ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ടിരുന്നത്. അതായത് കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം, ഈ 4 ജില്ലകളായിരുന്നു കോൺഗ്രസിന്റെ അടിത്തറ. ഈ 4 ജില്ലകളിലെ ക്രൈസ്തവ വോട്ടുകളായിരുന്നു കോൺഗ്രസിനെ പിടിച്ചു നിർത്തിക്കൊണ്ടിരുന്നത്, കോൺഗ്രസിനെ വിജയിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കേരളത്തിൽ കോൺഗ്രസിലെ ക്രൈസ്തവ വോട്ടുകൾ നഷ്ടമായി തുടങ്ങിയിരിക്കുന്നു. ആ ക്രൈസ്തവ വോട്ടുകളെ വീണ്ടും ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മധ്യ കേരളത്തിലെ വോട്ടുകൾ കോൺഗ്രസിന് കിട്ടണം. മധ്യ കേരളത്തിൽ ക്രൈസ്തവ നേതാക്കന്മാരെ ഉയർത്തിക്കൊണ്ട് വരണം. എങ്കിൽ മാത്രമേ കോൺഗ്രസിനും UDF-നും ജയിച്ച് കയറുവാൻ സാധിക്കത്തുള്ളൂ, ഭരണത്തിലേക്ക് എത്തുവാൻ സാധിക്കത്തുള്ളൂ. അതിനായിട്ട് മലപ്പുറം ജില്ലയിലെ DCC പ്രസിഡന്റായ വി എസ് ജോയിയെ മധ്യ കേരളത്തിലേക്ക് കൊണ്ടുവരണം. വി എസ് ജോയിയെ മധ്യ കേരളത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 100% അയാൾ വിജയിക്കുക തന്നെ ചെയ്യും. മധ്യ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ എവിടെ മത്സരിപ്പിക്കാൻ സാധിക്കും എന്നതാണ് മറ്റൊരു പ്രശ്നം. കോട്ടയത്ത് വി എസ് ജോയിക്ക് മത്സരിക്കാൻ പറ്റിയ സീറ്റുകൾ ഒന്നും തന്നെ ഇല്ല. ഇടുക്കിയിലും വി എസ് ജോയിക്ക് മത്സരിക്കാൻ പറ്റിയ ഒരു സീറ്റുകളും ഇല്ല. ഇനി നമ്മൾ എറണാകുളത്തേക്ക് പോയാൽ അവിടെയും വി എസ് ജോയിക്ക് മത്സരിക്കാൻ തക്ക സീറ്റുകൾ ഒന്നും തന്നെ ഇല്ല. ആകപ്പാടെ ഉള്ളത് പത്തനംതിട്ട ജില്ലയിലാണ്. കാരണം പത്തനംതിട്ട ജില്ലയിലാണ് പെന്തക്കോസ്ത് വിഭാഗങ്ങൾ കൂടുതലും ഉള്ളത്. വി എസ് ജോയി ഒരു പെന്തക്കോസ്ത് വിഭാഗത്തിൽ നിന്ന് വന്ന ആളാണ് എന്ന സ്ഥിതിക്ക് തന്നെ അദ്ദേഹത്തിന് മധ്യകേരളത്തിലെ പത്തനംതിട്ടയിലാണ് ഏറ്റവും സ്വാധീനം ചെലുത്താനും വിജയിച്ചു കയറുവാനും പറ്റിയ സീറ്റ് ഉള്ളത്. അതും പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും വി എസ് ജോയിക്ക് ജയിക്കാൻ പറ്റിയ ഒരു സീറ്റ് റാന്നി തന്നെയാണ്. റാന്നിയിൽ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലമാണ്. അതോടൊപ്പം തന്നെ പെന്തക്കോസ്ത വിശ്വാസികളും ധാരാളമായി ഉള്ള ഒരു മണ്ഡലം കൂടിയാണ്. ആ ഒരു സീറ്റിലേക്ക് വി എസ് ജോയി വന്നു കഴിഞ്ഞാൽ ഉറപ്പായും അദ്ദേഹത്തിന് CPM-ൽ നിന്ന് ഇടതുപക്ഷത്ത് നിന്ന് ആ ഒരു സീറ്റ് വിജയിക്കാൻ സാധിക്കും. ഇപ്പോൾ നിലവിലെ അവിടുത്തെ MLA പ്രമോദ് നാരായണനാണ് നിലവിൽ റാന്നിയുടെ MLA. 1957 മുതലുള്ള റാന്നിയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 1957 വയല ഇടിക്കുള അദ്ദേഹം 1960-ലും അദ്ദേഹം തന്നെയാണ് തിരഞ്ഞെടുത്തത്. അതായത് 2 ടേം ആയിട്ട് വയല ഇടിക്കുള റാന്നിയുടെ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. അത് അദ്ദേഹം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. അത് കഴിഞ്ഞ് 1967 KK ദിവാകരൻ CPM-ന്റെ സ്ഥാനാർത്ഥി വീണ്ടും അവിടെ ജയിച്ചു. 1970 ജേക്കബ് സ്കറിയ ഇൻഡിപെൻഡന്റ് ആയിട്ട് മത്സരിച്ചതാണ്. 1977
മാത്യു, കേരള കോൺഗ്രസിന്റെ മാത്യു അവിടെ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. 1980 MC ചെറിയാൻ, കോൺഗ്രസിന്റെ MC ചെറിയാൻ 1980 റാന്നിയുടെ 6ാമത്തെ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. ശേഷം 1982 സണ്ണി പനവേലിലും 1986 റേച്ചൽ സണ്ണി പനവേലിലും റാന്നിയുടെ MLA മാരായി തിരഞ്ഞെടുക്കപ്പെട്ടു. വീണ്ടും 1987 ഈപ്പൻ വർഗീസ്, കേരള കോൺഗ്രസിന്റെ ഈപ്പൻ വർഗീസ് റാന്നിയുടെ MLA ആയി. വീണ്ടും 1991 MC ചെറിയാൻ, വീണ്ടും MC ചെറിയാൻ തിരഞ്ഞെടുക്കപ്പെട്ടു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട്. അതിനുശേഷം MC ചെറിയാന്റെ മരണത്തിന് ശേഷം പിന്നെ ഇങ്ങോട്ട് ജയിച്ചേക്കുന്ന മുഴുവൻ രാജു എബ്രഹാം ആയിരുന്നു. CPIM-ന്റെ രാജു എബ്രഹാമാണ് 1996 മുതൽ 2016 വരെ റാന്നിയുടെ MLA ആയി ജയിച്ച് കയറിയത്. അങ്ങനെ MC ചെറിയാന്റെ മരണത്തിന് ശേഷം കേവലം 6 മാസം മാത്രം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബാക്കി നിൽക്കെ അങ്ങനെ ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു ബൈ ഇലക്ഷൻ വന്നില്ല. പക്ഷെങ്കിൽ തൊട്ടടുത്ത് വന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ MC ചെറിയാന്റെ സഹതാപ തരംഗത്തിൽ നിന്ന റാന്നി മണ്ഡലത്തിലൂടെ ചില നേതാക്കന്മാരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ റാന്നി മണ്ഡലത്തിന് വെളിയിൽ നിന്നുള്ള ഫിലിപ്പോസ് തോമസിനെ കൊണ്ടുവന്നു. MC ചെറിയാന്റെ മരണത്തോടനുബന്ധിച്ച് ഉണ്ടായ ആ സഹതാപ തരംഗത്തിൽ നിന്ന് റാന്നി ഫിലിപ്പോസ് തോമസിനെ തങ്ങളുടെ MLA ആയി സ്വീകരിച്ചില്ല. കോൺഗ്രസിന്റെ നേതാവായ ഫിലിപ്പോസ് തോമസ് റാന്നിയിൽ പരാജയപ്പെട്ടു പോയി. അതിനുശേഷം വന്ന അടുത്ത തിരഞ്ഞെടുപ്പിൽ UDF-ൽ നിന്ന് മത്സരിച്ചത് ബിജിലി പനവേലിയായിരുന്നു. ബിജിലി പനവേലിയും അവിടെ ദാരുണമായ പരാജയം നേരിടേണ്ടി വന്നു. ഇതിനുശേഷം വീണ്ടും നടന്ന തിരഞ്ഞെടുപ്പിൽ വീണ്ടും റാന്നിക്ക് വെളിയിൽ നിന്നും പരാജയപ്പെട്ടു പോയ ഫിലിപ്പോസ് തോമസിനെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചു. പിന്നീട് വന്ന തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് കേവലം 1 വർഷത്തിന് മുൻപായി ബിജിലി പനവേലിയും അന്തരിച്ചു. അങ്ങനെ അതിനുശേഷം വന്ന തിരഞ്ഞെടുപ്പിൽ, അതായത് MC ചെറിയാന്റെയും ബിജിലി പനവേലിയുടെയും മരണത്തോടനുബന്ധിച്ച ആ ഒരു സഹതാപ തരംഗത്തിൽ നിലനിൽക്കുന്ന ആ റാന്നിക്കുള്ളിൽ നിന്നും ഒരാളെ മത്സരിപ്പിക്കാതെ പുറത്തു നിന്ന് വീണ്ടും ഫിലിപ്പോസ് തോമസിനെ കൊണ്ടുവന്ന് നേതൃത്വം മത്സരിപ്പിച്ചു. അതിദാരുണമായി ഫിലിപ്പോസ് തോമസ് പരാജയപ്പെട്ടു പോയി. ഇതിനുശേഷം വീണ്ടും വന്ന തിരഞ്ഞെടുപ്പിൽ MC ചെറിയാന്റെ കുടുംബത്തോട് പാർട്ടി നീതി പുലർത്തി. അതായത് അദ്ദേഹത്തിന്റെ ഭാര്യയെ മറിയാമ്മ ചെറിയാനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചു. അത്രയും കാലം അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥികൾ നേടിയ വോട്ടിനേക്കാളൊക്കെ ഒരുപാട് കുറവായി, കേവലം 32% വോട്ടോടുകൂടി വലിയ ഒരു പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ട് മറിയാമ്മ ചെറിയാൻ അവിടെ പരാജയപ്പെട്ടു പോയി. ആ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് അംഗമായി മറിയാമ്മ ചെറിയാൻ വിജയിച്ച് വന്നിരുന്നു. ഇത് കണ്ടിട്ടാണ് മറിയാമ്മ ചെറിയാനെ പരീക്ഷണാടിസ്ഥാനത്തിൽ അവിടെ മത്സരിപ്പിക്കുവാൻ പാർട്ടി നേതൃത്വം തയ്യാറായത്. പക്ഷെങ്കിൽ മറിയാമ്മ ചെറിയാനും പരാജയപ്പെട്ടു പോയി. ഇതിനുശേഷം വന്ന 2001 തിരഞ്ഞെടുപ്പിൽ റിങ്കു ചെറിയാനെ, MC ചെറിയാന്റെയും മറിയാമ്മ ചെറിയാന്റെയും മകനായ റിങ്കു ചെറിയാനെ കോൺഗ്രസ് അവിടെ മത്സരിപ്പിച്ചു. അദ്ദേഹവും കേവലം നിസ്സാരമായ വോട്ടുകൾക്ക് പരാജയപ്പെട്ടു പോയി. 2000, 2500, 3000 വോട്ടുകൾക്കാണ് അദ്ദേഹം അവിടെ പരാജയപ്പെട്ട് പോയത്. അങ്ങനെ റാന്നിയാകെ കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും പോയി എന്ന് തന്നെ പറയാം. അങ്ങനെ MC ചെറിയാൻ MLA ആയി. ശേഷം MC ചെറിയാന്റെ ഭാര്യ മത്സരിച്ചു. അതിനുശേഷം MC ചെറിയാന്റെ മകനും നിയമസഭയിൽ റാന്നിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് UDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. പക്ഷെങ്കിൽ ഇതിൽ MC ചെറിയാൻ മാത്രമേ MLA ആയുള്ളൂ. മറിയാമ്മ ചെറിയാനും റിങ്കു ചെറിയാനും MLA ആയില്ല. ഇനിയും ഒരിക്കൽ കൂടി റിങ്കു ചെറിയാന് അവിടെ സീറ്റ് കൊടുക്കുന്നതിനോട് റാന്നിയിലെ കോൺഗ്രസിനും UDF-നും എതിർപ്പാണ്. അപ്പോൾ അങ്ങനെ ഇനി ഒരു തവണ കൂടി കോൺഗ്രസിന് പരീക്ഷണം നടത്താൻ ഉള്ള ഒരു ആരോഗ്യസ്ഥിതി ഇന്ന് റാന്നിക്കില്ല. കാരണം റാന്നി ഇന്ന് ഇടതുപക്ഷത്തിന്റെ കയ്യിലായി. ഇന്ന് പ്രമോദ് നാരായണനാണ് അവിടെ LDF-ന്റെ MLA, റാന്നിയുടെ MLA. വർഷങ്ങൾക്ക് ശേഷം നഷ്ടപ്പെട്ടു പോയ, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തങ്ങളുടെ കയ്യിൽ നിന്നും പോയ റാന്നിയെ തിരിച്ചു പിടിക്കുക എന്ന ചിരകാല സ്വപ്നത്തിൽ കഴിയുന്ന റാന്നിയിലെ കോൺഗ്രസുകാർക്കും UDF-കാർക്കും ഇനി റാന്നി തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ റാന്നിയിൽ ഒരു സ്റ്റാർ വാല്യൂ ഉള്ള ഒരു നേതാവ് വന്ന് മത്സരിക്കണം. അങ്ങനെ സ്റ്റാർ വാല്യൂ ഉള്ള ഏതെങ്കിലും ഒരാൾ മത്സരിച്ചാൽ റാന്നിയിൽ ജയിക്കത്തില്ല. ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് തന്നെയുള്ള ഏതെങ്കിലും ഒരു നേതാവ്, സ്റ്റാർ വാല്യൂ ഉള്ള ഏതെങ്കിലും ഒരു നേതാവ് മത്സരിച്ചാൽ മാത്രമേ റാന്നിയെ ഇനി തിരിച്ചു പിടിക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് VS ജോയ് എന്ന ഒരു ചോയ്സ്. VS ജോയ് റാന്നിക്ക് പറ്റിയ ഒരു ആളാണ്. VS ജോയ് റാന്നിയിൽ മത്സരിച്ചു കഴിഞ്ഞാൽ റാന്നിക്ക് മാത്രമല്ല അതിന്റെ ഗുണം കിട്ടാൻ പോകുന്നത്, സമീപത്തുള്ള മണ്ഡലങ്ങളിൽ പോലും VS ജോയ് റാന്നിയിൽ മത്സരിച്ചു കഴിഞ്ഞാൽ അതിനുള്ള എഫക്ട് കിട്ടും. VS ജോയ് റാന്നിയിൽ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ കേരളത്തിലെ പെന്തക്കോസ്ത് വിശ്വാസികൾ എല്ലാവരും തന്നെ ഒന്നടങ്കം യാതൊരു വ്യത്യാസവുമില്ലാതെ കോൺഗ്രസിനും UDF-നും വോട്ട് ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വളരെ നിസ്സാരം വോട്ടുകൾക്ക് പരാജയപ്പെട്ടു പോയ പല മണ്ഡലങ്ങളിലും അത് ഗുണം ചെയ്യുക തന്നെ ചെയ്യും.
ആയതിനാൽ റാന്നിയിൽ VS ജോയിയെ കൊണ്ടുവന്നാൽ ഉറപ്പായിട്ടും വിജയിക്കുക തന്നെ ചെയ്യും. ഇനി VS ജോയി അല്ല റാന്നിയിൽ മത്സരിക്കുന്നത് എങ്കിൽ റാന്നിയിൽ തന്നെയുള്ള നേതാക്കന്മാരുണ്ട്, റാന്നിയിലെ യുവതലമുറകളുണ്ട്. റാന്നിയിലെ യുവജന നേതാവായിട്ടുള്ള സാംജി എടവറി നിലവിൽ പഞ്ചായത്ത് മെമ്പറാണ്, നാറാണംമൂഴി പഞ്ചായത്തിലെ അംഗമാണ് അദ്ദേഹം. അതുപോലെ തന്നെ ആരോൺ ബിജിലി പനവേലിയുടെ മകനാണ്. സാംജി യൂത്ത് കോൺഗ്രസിന്റെ നിയോജകമണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ആരോൺ ആവട്ടെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയും സജീവ യൂത്ത് കോൺഗ്രസ് നേതാവും കൂടിയാണ്. MC ചെറിയാന്റെ മരണത്തിന് ശേഷം MC ചെറിയാന്റെ കുടുംബത്തോട് റാന്നിയിലെ കോൺഗ്രസ് നേതൃത്വം നീതി പുലർത്തിയിരുന്നു. എന്നാൽ ബിജിലി പനവേലിയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തോട് റാന്നിയിലെ കോൺഗ്രസ് നീതി പുലർത്തിയില്ല. റാന്നിയിൽ ഒരു സിസ്റ്റം അനുസരിച്ച് ബിജിലി പനവേലിയുടെ ഭാര്യയോ അല്ലെങ്കിൽ മകനോ ആണ് മത്സരിക്കേണ്ടത്. അപ്പം ഇത്തവണ ആർക്ക് നറുക്ക് വീഴുമെന്ന് അറിയില്ല. റാന്നിക്ക് വെളിയിൽ നിന്ന് ഒരു ചോയ്സ് ഉണ്ട് എങ്കിൽ, റാന്നിയെ തിരിച്ചു പിടിക്കുക എന്ന ഒരു ചോയ്സ് ഉണ്ട് എങ്കിൽ ഉറപ്പായിട്ടും റാന്നിയിൽ മത്സരിപ്പിക്കേണ്ടത് VS ജോയിയെ തന്നെയാണ്. VS ജോയിയെ മത്സരിപ്പിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ അമ്പാടെ പെന്തക്കോസ് വിഭാഗത്തിന്റെ വോട്ടുകൾ ഉറപ്പായിട്ടും കോൺഗ്രസിന്റെ പെട്ടിയിൽ, UDF പെട്ടിയിൽ ഉറപ്പായിട്ടും വീഴും എന്ന കാര്യത്തിൽ യാതൊരു വ്യത്യാസവും ഇല്ല, അത് സുനിശ്ചിതമാണ്. കാരണം കേരളത്തിന് വെളിയിൽ നിരവധിയുള്ള മലയാളികളായിട്ടുള്ള പെന്തക്കോസ് വിശ്വാസികളെയും പാസ്റ്റർമാരെയൊക്കെ നിരന്തരം BJP ആക്രമിക്കുമ്പോൾ കേരളത്തിന് വെളിയിൽ അവരെ സംരക്ഷിക്കുവാൻ BJP ഇതര ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസ് മാത്രമാണ്. CPM-ന് കേരളത്തിന് വെളിയിൽ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. കേരളത്തിനുള്ളിൽ തന്നെ പല സ്ഥലങ്ങളിലും CPM-ന് ഒന്നും ചെയ്യാൻ സാധിക്കാതെ CPM നോക്കി നിൽക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെയും കോൺഗ്രസ് ഓടി എത്തുന്നുണ്ട്. അതുപോലെ തന്നെ പെന്തക്കോസുകളുടെ പല അസോസിയേഷനുകളും പെന്തക്കോസ് സഭകളും ഒക്കെ തന്നെ അവിടെ ഓടിയെത്തി അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു സംരക്ഷണം നൽകാറുണ്ട്. അങ്ങനെ പെന്തക്കോസ് വിശ്വാസികൾക്കൊക്കെയും എന്തെങ്കിലും പ്രശ്നങ്ങൾ RSSൽ നിന്നും BJPയിൽ നിന്നും ഒക്കെ നേരിട്ട് കഴിഞ്ഞാൽ അവിടെ ഓടിയെത്താൻ സാംസൺ കോട്ടൂരും അതുപോലെ തന്നെ ജെയ്സ് പാണ്ടനാടും ഒക്കെ അടക്കമുള്ള പെന്തക്കോസ് വിശ്വാസികളുടെ ഒരു ലീഡർഷിപ്പിലൊക്കെ നിൽക്കുന്ന ആളുകളുണ്ട്. ഇവരൊക്കെയും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. ഇവരൊക്കെയും ഓടിയെത്താറുണ്ട്. ഓടിയെത്തുക മാത്രമല്ല, പെന്തക്കോസ് വിശ്വാസികൾക്ക് വേണ്ടിയ സഹായങ്ങളും അവർക്ക് വേണ്ടി സംരക്ഷണം ഒക്കെ ഒരുക്കാൻ ഇവരൊക്കെയും മുന്നിൽ നിൽക്കാറുണ്ട്. അങ്ങനെ റാന്നിയിൽ VS ജോയി മത്സരിച്ചാൽ ഉറപ്പായിട്ടും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പെന്തക്കോസ് വിശ്വാസികളുടെ വോട്ട് നിർബന്ധം ഉറപ്പായിട്ടും ലഭിക്കുക തന്നെ ചെയ്യും. ഇനി റാന്നിക്ക് ഉള്ളിൽ നിന്നാണ് സ്ഥാനാർത്ഥി എങ്കിൽ ഈ പറയുന്ന ചെറുപ്പക്കാരെയും കൂടെ കോൺഗ്രസ് പരിഗണിക്കണം. ഇനി ഒരു പരീക്ഷണത്തിനുള്ള ആരും കൂടെ റാന്നിയിലെ കോൺഗ്രസിനില്ല. കാരണം കഴിഞ്ഞ കുറെ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി റാന്നിയിലെ കോൺഗ്രസ് CPM-കാരനോട് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നു. യാതൊരു ഗത്യന്തരവും ഇല്ലാത്ത നിലയിലേക്കായിട്ടുണ്ട്. റാന്നിയിലെ കോൺഗ്രസിന് ഓടിച്ചെല്ലാൻ ഒരു MLA ഇല്ലാതായിട്ട് പതിറ്റാണ്ടുകളായി. അതുകൊണ്ട് ഇനി ഒരു പരീക്ഷണം റാന്നിയിൽ നടത്തരുത് എന്ന ഒരു അഭ്യർത്ഥനയോടുകൂടി നന്ദി, നമസ്കാരം.